ഞാൻ ചോദിച്ചു എന്നെ അറിയാവോ, പിന്നെ ശ്രീലതയല്ലേ എന്ന്. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് സന്തോഷിച്ചു ഞാൻ. അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും കഥയെഴുതിയ പടങ്ങളും എല്ലാം വളരെ വളരെ നല്ലതാണ്. കടിമീര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഈ മിനിറ്റ് മിനിറ്റ് ഓരോ സേർട്ട് ഇങ്ങനെ കത്തിച്ചു വിട്ടോണ്ടേയിരുന്നു ഇങ്ങനെ പുള്ളിക്കാരത്തി. എന്തിനാണ് ട്രെയിൻ ഇത് എന്തുമായിട്ട് അത് എനിക്കിതിപ്പോ പറ്റുന്നില്ല കേട്ടോ, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാറാതെ നിൽക്കുന്ന ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ. നമസ്കാരം. മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ വിടവാങ്ങിയിരിക്കുകയാണ്. നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇക്കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞത് മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാൻ സാധിക്കാത്ത നഷ്ടമാണ് ശ്രീനിവാസൻ്റെ വേർപാട് എന്നാണ്. എന്തായാലും നിരവധി ആൾക്കാർക്ക്, ശ്രീനിയേട്ടനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്നത് വളരെ വലുതായിരുന്നു. മലയാളികളെ സംബന്ധിച്ച്, പ്രേക്ഷകരെ സംബന്ധിച്ചും സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു മഹാനടനാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിനൊപ്പം നിരവധി ചിത്രങ്ങളിൽ പ്രവർത്തിച്ച നടിയായ ശ്രീലത നമ്പൂതിരി ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ശ്രീനിവാസനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എത്രയോ നല്ല ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് 2 സിനിമകളിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്ന മകന്റെ അച്ഛനാണെന്ന് തോന്നുന്നു. ഒന്ന് പിന്നെ വേറെ അണീപിച്ചു, അത് 2ന്റെയും ഇതിന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കാണുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ചും പിന്നെ പൊന്മുട്ട ഇടുന്ന താറാവ്, ആ സിനിമകളെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പിന്നെ കുറച്ച് നാളായിട്ട് തീരെ സുഖമില്ലാതിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു മീറ്റിങ്ങിനോ ഏതോ ഒരു ഫംഗ്ഷന് പോയപ്പോ ഞാൻ അടുത്ത് ചോദിച്ചു, അമ്മയുടെ മീറ്റിംഗ് ആയിരുന്നു തോന്നുന്നു കഴിഞ്ഞ വർഷം. ഞാൻ ചോദിച്ചു എന്നെ അറിയാവോ, പിന്നെ ശ്രീലതയല്ലേ എന്ന്. ഓ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്നെയൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് സന്തോഷിച്ചു ഞാൻ. കാരണം ഇപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കലാകാരന്മാരെ നഷ്ടമായിക്കൊണ്ടിരിക്കുക. ഭയങ്കര ദുഃഖമുണ്ട് ആ കാര്യത്തില്. ഏതായാലും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു കേട്ടോ. അദ്ദേഹവുമായുള്ള ഒരു ബന്ധത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ മാഡം? തീർച്ചയായിട്ടും. ഞാന് കടിമീര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ ഈ മിനിറ്റ് ഓരോ സേർട്ട് ഇങ്ങനെ കത്തിച്ചു വിട്ടോണ്ടേയിരുന്നു ഇങ്ങനെ പുള്ളിക്കാരനെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാണ് ട്രെയിൻ ഇത് എന്തുമായത് അത് എനിക്കിതിപ്പോ പറ്റുന്നില്ല കേട്ടോ, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഇത് ഇത്ര ഇങ്ങനെ വലിക്കണ്ട, കുറച്ചൊക്കെ ഒന്ന് കുറച്ച് എന്നൊക്കെ പറഞ്ഞ പുള്ളി അതങ്ങനെ എനിക്ക് പറ്റത്തില്ല കേട്ടോ പെട്ടെന്ന്. അല്ല അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ എന്തിനിപ്പം നിർത്തുന്നതിന് അങ്ങനെ നമ്മളോട് അങ്ങനെയാ സംസാരിക്കുന്ന. ഇതൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല, ഇതൊക്കെ എനിക്ക് എന്നെ പറഞ്ഞേ പറ്റുള്ളൂ, നിങ്ങളൊന്നും പഠിച്ചത് അങ്ങനെയൊക്കെയാ സംസാരിക്കുന്നത്. പാവം എനിക്ക് ആ നിമിഷങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ മാറാതെ നിൽക്കുന്ന ആ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് പറയാനാ. പക്ഷെ പിന്നെ പുള്ളി ഇപ്പൊ കുറച്ചു നാളായിട്ട് ഒരുപാട് വേദനകളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും എനിക്കും ഈ ഞാനിപ്പം 23 വർഷം അഭിനയിക്കാൻ നിർത്തിയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പം ഇവരുടെ കൂടെയൊക്കെയും മകന്റെ കൂടെയും ഞാൻ അഭിനയിച്ചു. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയതിന് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഇതൊക്കെ ഒരു മികച്ച കലാകാരന്മാരാണ് ഇവരൊക്കെ. ഈ അടുത്ത കാലത്തെങ്ങാനും വിളിച്ചിരുന്നോ നേരിട്ട് ബന്ധം? ഇല്ലില്ല, ഞാൻ ലാസ്റ്റ് അമ്മയുടെ എന്തോ ഒരു മീറ്റിങ്ങിലാണ് കാണുന്നത്. അപ്പൊ ഞാൻ അടുത്ത് പോയിരുന്ന് സംസാരിച്ചു, ഫോട്ടോ എടുത്തു. വളരെ നന്ദി. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ചാൾ മുമ്പുണ്ടായിരുന്ന ഒരു പടമല്ലേ മറ്റേ കഥ പറയുമ്പോൾ, എന്തൊരു പടം ഉണ്ടല്ലോ മുക്കായിട്ട് അഭിനയിച്ച ഒരു പടം. കഥ പറയുമ്പോൾ അതൊരു അസാധ്യമായ ഒരു കഥാപാത്രമായിരുന്നു അത്. അങ്ങനെ അല്ല, അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളും കഥയെഴുതിയ പടങ്ങളും എല്ലാം വളരെ വളരെ നല്ലതാണ്. നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് നല്ല കലാകാരന്മാരെ ഈ അടുത്ത കാലത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഒരു വലിയ ദുഃഖമാണ് ജീവിതത്തില്. എല്ലാ ഓർമ്മകളും ഇനി പഴയ പടങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ ദുഃഖം വരുന്നത്. അദ്ദേഹത്തിന് എന്തായാലും ഒരു നിത്യശാന്തി നേരുന്നു. എന്തായാലും ശ്രീനിവാസനൊപ്പം കൂടെ പ്രവർത്തിച്ചവർക്ക് നിരവധി നർമ്മ സന്ദർഭങ്ങളും എല്ലാം തന്നെ മറക്കാനാകാത്ത അനുഭവങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് വ്യക്തമാവുകയാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലൂടെ.
ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.